വഴിയെ പോണ ഒരു വയ്യാബല്യാണ് അവള്. ആ, വെറുതെ പിടിച്ച് തലയിൽ വെക്കണ്ട. അവളായി അവളുടെ പാടായി, വിട്ടേക്ക്. അങ്ങനെയല്ല ഗൗതം, അവൾ എന്തായാലും എനിക്കൊന്നുമില്ല. പക്ഷെ അവളുടെ ചെയ്തികളുടെ ഫലം അനുഭവിക്കാൻ പോകുന്നത് ഈശ്വരമംഗലം വീടാ. ആ വീടുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്തൊക്കെ അർത്ഥറിഞ്ഞാലും ഇവളൊഴികെ, വസുന്ധരന്റെ ഒഴികെ ബാക്കിയുള്ളവർക്കെല്ലാം നമ്മളോട് ഇപ്പോഴും സ്നേഹം തന്നെയാ. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് കരുതി അവരെയൊക്കെ വെറുക്കാൻ പറ്റുമോ? ഒരു 2 മിനിറ്റ് നിൽക്ക്, ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. എന്താ അവളുടെ പരിപാടി എന്ന് അറിയണമല്ലോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ആ കുടുംബവും നമ്മുടെ കുടുംബവും ഇപ്പൊ രണ്ടും രണ്ടാ. മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നത്തിൽ തലയിടുന്നത് നല്ല സ്വഭാവമല്ല, മനസ്സിലായോ? ദേ, നമുക്ക് നമ്മുടേതായ 1000 പ്രശ്നങ്ങളും അതിൻ്റെതായ തിരക്കുകളും ഉണ്ട്. അതിൻ്റെ ഇടയിൽ വല്ലവളുടെയും പിറകെ പോകേണ്ട ആവശ്യമില്ല. ശിവാനി വല്ലവളല്ല, ഗൗതമിന്റെ അനിയന്റെ ഭാര്യ. തന്ത്രം മെനഞ്ഞ് നമ്മളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ് അവള്. ഇനി ആരെയൊക്കെയാണ് ദ്രോഹിക്കാൻ പോകുന്നതെന്ന് എങ്ങനെ അറിയാം? ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. നീ പോവുകയോ കാണുകയോ എന്തു വേണമെങ്കിലും ചെയ്തു. പക്ഷെ ഞാൻ നിന്നെ കാത്തു വയ്ക്കില്ല. ഗൗതം, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നാ മതി. ഗൗതം, എടാ സോറി, ഞാൻ നിന്നെ കൊല്ലാൻ നോക്കിയത് തെറ്റ് തന്നെയാ. ഞാനത് സമ്മതിക്കുന്നു. തൽക്കാലം നീ എന്നോടൊന്ന് ക്ഷമിക്ക്. പെട്ടെന്നുള്ള അവിവേകത്തിൽ ഞാനങ്ങ് ചെയ്തു പോയതാ. ദയവ് ചെയ്ത് അതിന്റെ പേരിൽ നീ എന്റെ ജീവിതം തകർക്കരുത്.